ഹലോ. അപ്പോൾ ഇതാ സൈറു ഇത് നമ്മുടെ വീക്കെൻഡ്, അതായത് സാറ്റർഡേയിലെ ഞാൻ കുറച്ച് മുന്നേ ഞാൻ സാറ്റർഡേയിലെ ബ്രേക്ക്ഫാസ്റ്റ് എൻ്റെ രാവിലത്തെ മോർണിംഗ് ഹോം വ്ളോഗ്, അതുപോലെ തന്നെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് സംബന്ധമായിട്ടുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഒരു ഉച്ച സമയമായി, ഒരു ലഞ്ച് ടൈമായി. അപ്പോൾ ലഞ്ച് ടൈം ഉച്ചയോട് കൂടിയിട്ട് എൻ്റെ കിച്ചണിലെ ഡ്യൂട്ടിയും കാര്യങ്ങളും ഒക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ സൈറുവിനെ കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറ്റി ഒന്ന് ഒരുക്കിയിരുത്തിയതാണ്. അതിനുശേഷം ഇതാ നമ്മുടെ ലഞ്ചാണ് ഈ ടേബിളിൽ കാണുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള വിഭവസമൃദ്ധമായിട്ടുള്ള ലഞ്ചായിരുന്നു. അപ്പോൾ ഈ ലഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ ലഞ്ച് ഞാനല്ല പ്രിപ്പയർ ചെയ്തത്. അപ്പോൾ ഞാൻ എപ്പോഴും ഒരു കസിൻ എന്ന് പറയുമല്ലോ, കസിനും വൈഫും എൻ്റെ നാത്തൂൻ, അതും പിന്നെ അവരുടെ ഒപ്പം അവരുടെ ഉമ്മച്ചിയുണ്ട്, മൂത്തുമ്മ എന്ന് പറയും, എൻ്റെ അമ്മച്ചിയുടെ സിസ്റ്ററാണ്. അപ്പോൾ അവർ എല്ലാവരും നമ്മുടെ വീട്ടിലേക്ക് വന്നപ്പോഴത്തേനും ലഞ്ചുമായിട്ടാണ് വന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ലഞ്ച് കഴിക്കാം, അപ്പോൾ കുക്ക് ചെയ്യേണ്ട, ഫുഡായിട്ടാണ് അവർ വരുന്നതെന്ന് പറഞ്ഞു. അത് കേട്ടപാടെ ഞാൻ ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ ഇന്നത്തെ കുക്കിങ്ങിൽ നിന്ന് ഫ്രീ ആയല്ലോ. രാവിലെ അത്യാവശ്യം ഹെവി കുക്കിംഗ് ആയിരുന്നു. അപ്പോൾ എൻ്റെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പറേഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു ചെറിയ വ്ളോഗ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ പോയി കാണുക. സാറ്റർഡേ സ്പെഷ്യൽ വ്ളോഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ പത്തിരിയും ചിക്കൻ കറിയുടെയാണ്. അപ്പോൾ അതൊക്കെ കഴിച്ച് റിലാക്സ് ചെയ്തിരുന്ന സമയത്തായിരുന്നു ഇവരുടെ കോൾ വന്നത്. അപ്പോൾ അതാ മുത്തുമ്മ ഫുഡൊക്കെ എല്ലാം പ്രിപ്പയർ ചെയ്ത് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഉച്ചയ്ക്കത്തെ ഫുഡെന്ന് പറയുന്നത് ഗീ റൈസും മട്ടൻ കറിയും ചിക്കൻ കറിയും പപ്പടവും കേടും അതുപോലെ തന്നെ അച്ചാറ്, ആ ഒരു ഗീ റൈസ് കോംബോ ഉണ്ടല്ലോ, അതായിരുന്നു. വളരെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഗീ റൈസ് ആയിരുന്നു. പിന്നെ അതിൻ്റെ കൂടെയുള്ള മട്ടൻ കറി എന്ന് പറയുന്നത് നല്ല തേങ്ങ ഒക്കെ അരച്ച് നല്ല അടിപൊളി മട്ടൻ കറിയായിരുന്നു. പിന്നെ ചിക്കൻ കറി, അതുപോലെ തന്നെ എല്ലാം കൂടെ ഒരുമിച്ച് വെച്ച് കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഹാപ്പി ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ലഞ്ച് കഴിച്ചു. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കുന്നതിനേക്കാളും ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോഴത്തേനും കഴിക്കുന്ന ഫുഡിൻ്റെ ടേസ്റ്റ് കൂടുമല്ലോ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഞാനിതാ എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുകയാണ്. പക്ഷേ എൻ്റെ ഫുഡിൻ്റെ ഷോട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് എടുക്കുകയാണ്. അപ്പോൾ ഞാൻ പ്ലേറ്റിലേക്ക് കുറച്ച് ഗീ റൈസും കുറച്ച് ചിക്കൻ കറിയും മട്ടൻ കറിയും അതുപോലെ തന്നെ കേടും, അതുപോലെ തന്നെ ഇതാ എൻ്റെ അമ്മച്ചിയുടെ സ്പെഷ്യലാണ് മാങ്ങ അച്ചാറും അതുപോലെ തന്നെ ഒരു പപ്പടവും. അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് ചേർത്ത് കഴിച്ചപ്പോൾ അസാധ്യ ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഗീ റൈസിന് ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് മാങ്ങ അച്ചാറല്ല, നാരങ്ങ അച്ചാറാണ്. പക്ഷേ അത് കഴിഞ്ഞു. ഇനിയിപ്പോൾ അത് എല്ലാം നാട്ടിൽ നിന്ന് വരുമ്പോഴത്തേനും നല്ല അടിപൊളി അച്ചാറൊക്കെ ഇട്ടുകൊണ്ട് വരണം. അപ്പോൾ ഇത് വളരെ ആസ്വദിച്ച് വളരെ ടേസ്റ്റി ആയിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടിക്കുഴച്ച് മിക്സ് ചെയ്ത് കഴിക്കുകയാണ്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പിന്നെ അത് മാത്രമല്ല, അതുകൊണ്ട് തന്നെ ഇന്ന് സാറ്റർഡേ ലഞ്ചിൻ്റെ പ്രിപ്പറേഷനൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഓൾമോസ്റ്റ് ഫ്രീ ആയിരുന്നു. അവർ ഫുഡെല്ലാം കൊണ്ടുവന്നു, ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കഴിച്ചു, അത്ര ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അതുകൊണ്ട് ഞാൻ കംപ്ലീറ്റ് ഫ്രീ ആയിരുന്നു. ലഞ്ച് പ്രിപ്പറേഷൻ ഇല്ലായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, ഈ ലഞ്ചൊക്കെ കഴിച്ചു, ആസ്വദിച്ച് ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ തീരുമാനിച്ചു ഈവനിങ് ടീ ടൈമിൽ ഒരുമിച്ചിരുന്ന് ചായയും കാര്യങ്ങളൊക്കെ കുടിക്കുമ്പോൾ എന്തെങ്കിലും സ്നാക്കായിട്ട്, എന്തെങ്കിലും ലൈറ്റായിട്ട് സിമ്പിളായിട്ട് എന്തെങ്കിലും സ്നാക്ക് പ്രിപ്പയർ ചെയ്യാം. ആർക്കും ഹെവി ആയിട്ടുള്ള സ്നാക്കും കാര്യങ്ങളൊന്നും വേണ്ട. കാരണം നന്നായിട്ട് ഗീ റൈസ് കോംബോ എല്ലാവരും നന്നായിട്ട് കഴിച്ചത് കൊണ്ട് കാര്യമായിട്ടുള്ള സ്നാക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഈവനിങ്ങിന് ഞാൻ പത്തിരിയും ചിക്കൻ കറിയും എടുക്കാൻ എനിക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ റൈസ് നമ്മളെല്ലാവരും വയറ് നിറച്ച് കഴിച്ചതുകൊണ്ട് നമുക്ക് ഇനി പത്തിരി കഴിക്കാനുള്ള ഒരു കപ്പാസിറ്റി നമുക്ക് ആർക്കും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, സ്നാക്ക് പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ സ്നാക്സ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബ്രെഡും അതുപോലെ തന്നെ ഗാർലിക്കും ചിക്കൻ ബ്രസ്റ്റ്, ബോൺലെസ് ചിക്കൻ പീസും ഒക്കെ എടുത്ത് വെച്ചിരിക്കുകയാണ്. ഞാൻ ഒരു ഹോം മെയ്ഡ് സിമ്പിൾ ചിക്കൻ നഗ്ഗറ്റ്സ് ഈവനിങ്ങിൽ സെറ്റാക്കാം എന്നാണ് വിചാരിക്കുന്നത്. അതിന് വേണ്ടിയിട്ടിതാ ഞാൻ ആ ചിക്കൻ ബോൺലെസ് പീസുകളെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തു. അതിലിതാ ഈ ഒരു 2 പോർഷനാണ്, ഈ ഒരു 2 പീസാണ് ഞാൻ ഇന്നത്തെ ആവശ്യത്തിന് വേണ്ടി എടുക്കുന്നത്. ഈ ഒരു പീസ് എന്ന് പറയുന്നത് ഞാൻ ഫ്രീസറിലേക്ക് മാറ്റുകയാണ്. ഇന്ന് നമ്മുടെ ആവശ്യത്തിന് ഇത് തന്നെ ധാരാളം. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ചിക്കൻ നഗ്ഗറ്റ്സിൻ്റെ ഒരു സിമ്പിൾ ഈസി റെസിപ്പി ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ എൻ്റെ വളരെ ഈസി ആയിട്ടുള്ള
പെട്ടെന്ന് ഞാൻ റെഡിയാക്കുന്ന ഒരു സ്നാക്കാണ് എൻ്റെ ചിക്കൻ നഗറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് ഞാനൊന്ന് ഷെയർ ചെയ്യാം. ഞാൻ മിക്സിയുടെ ജാർ എടുത്തു. ജാറിലേക്ക് ഒരു 3 സ്ലൈസ് ബ്രെഡ് ചെറുതായിട്ട് കീറിയിട്ടു. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, കുറച്ച് ബോൺലെസ് ചിക്കൻ ഇട്ട് കൊടുത്തു. അതിനുശേഷം അതിലേക്ക് ഗരം മസാല പൊടിയും കാശ്മീരി ചില്ലി പൊടിയും ആവശ്യത്തിന് ഉപ്പും ഇട്ടു. പിന്നെ ഞാനിപ്പോൾ ഗാർലിക്കാണ് ഇട്ടത്. അതെനിക്കൊരു ചെറിയൊരു അബദ്ധമായിട്ട് തോന്നി. കാരണം അരച്ചപ്പോഴത്തേനും ഗാർലിക് ഇങ്ങനെ വിട്ട് കിടക്കുന്ന പോലെ എനിക്ക് തോന്നിയായിരുന്നു. പിന്നെ വീണ്ടും ഒന്ന് അരച്ച് ഒക്കെ എടുക്കേണ്ടി വന്നു. നിങ്ങളൊരു കാര്യം ചെയ്യുക, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് റെഡിമെയ്ഡ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഗാർലിക്കിൻ്റെ പേസ്റ്റായിട്ട് ഒന്നും കൂടെ മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ നഗറ്റ്സിൻ്റെ കൂട്ടെന്ന് പറയുന്നത്. നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അരച്ചതിന് ശേഷം ബ്രെഡിലും മുട്ടയിലും മുക്കിയിട്ട് പൊരിച്ചെടുക്കുക. അപ്പോൾ ഞാൻ സൈഡാക്കി വെച്ചു. മിക്സിയിൽ ഞാൻ എന്ത് ചെയ്തു, ആ നഗറ്റ്സിൻ്റെ ആ ഒരു കൂട്ട് അരച്ച് മാറ്റി വെച്ചു. അതിന് ശേഷം കഴിഞ്ഞ ദിവസം നമ്മൾ ചിക്കിങ്ങിൽ പോയപ്പോഴത്തേനും നമ്മളൊരു 2-3 പീസ് ബ്രോസ്റ്റ് കഴിച്ചതിന് ശേഷം ബാക്കി കുറച്ച് കൂടുതൽ ബ്രോസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അത് ഇന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് കഴിക്കാമെന്ന് വിചാരിച്ച് ചായക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതെന്ന് പറയുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്പൈസി ഫ്രൈസാണ്. അപ്പോൾ സ്പൈസി ഫ്രൈസ് ഞാൻ പാനിലിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ കടയിൽ നിന്ന് ഫ്രഷ്ലി കഴിച്ച ആ ഒരു സെയിം ടേസ്റ്റിൽ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഈവനിങ്ങിന് ചായ വെച്ചപ്പോഴത്തേനും കുറച്ച് ചായ താഴേക്ക് വീണു. അതാണ് ആ ഒരു സെക്ഷൻ അങ്ങനെ കിടക്കുന്നത്. ഇനിയിപ്പോൾ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ക്ലീൻ ആക്കാമെന്ന് വെച്ച് ഞാനതങ്ങ് വിട്ടു. അപ്പോൾ ഇതാ നമ്മൾ വരെ ടേസ്റ്റി ആയിട്ടുള്ള സ്പൈസി പൊട്ടറ്റോ ഫ്രൈസ് ചൂടാക്കിയെടുത്തു. അതിനുശേഷം നമ്മളുടെ ബ്രോസ്റ്റഡ് ചിക്കിങ്ങിൽ നിന്നുള്ള ബ്രോസ്റ്റഡ് ചിക്കൻ ഓരോന്നായിട്ട് പാനിലിട്ട് നമ്മൾ ഇതും കൂടി ഹീറ്റ് ചെയ്ത് ചൂടാക്കി എടുക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അപ്പം നമ്മൾ ഈവനിങ്ങിന് നമ്മൾ ഒരുമിച്ചിരുന്ന ഉച്ചയ്ക്ക് ലഞ്ച് എന്ന് പറയുന്നത് എനിക്ക് പ്രിപ്പയർ ചെയ്യേണ്ടി വന്നില്ല. അപ്പോഴത്തേനും ചായ ഇവിടെ പ്രിപ്പയർ ചെയ്തിട്ട് ഒരുമിച്ച് എല്ലാവരുമായിട്ട് ആസ്വദിച്ചിരുന്ന് ഒരുമിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് ഞാൻ വീട്ടിലുള്ള ഓരോരോ സാധനങ്ങൾ സെറ്റാക്കി എടുക്കുകയാണ്. ഈവനിങ് ടീ ടൈമായി. അപ്പോൾ ഇതാ നമ്മൾ ആ ഒരു ബ്രോസ്റ്റഡിൻ്റെ ആ ഒരു കോംബോ കംപ്ലീറ്റ് റെഡിയാക്കി സെറ്റാക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ കോൾസ്ലോയും മയോണൈസും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം ഞാൻ അടുപ്പിക്കുകയാണ്. ഓരോന്നോരോന്ന് ഞാൻ ടേബിളിലേക്ക് വെക്കാനായിട്ട് ഓരോന്നോരോന്ന് അടുപ്പിക്കുകയാണ്. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു, ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചായ ഇടുകയാണ്. അപ്പോൾ നമ്മുടെ ചായ എന്ന് പറയുന്നത് നമ്മൾ ഏലക്കായും അതുപോലെ തന്നെ തേയിലപ്പൊടിയൊക്കെ ഇട്ടിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടീ റെഡിയാക്കി എടുക്കുകയാണ്. പിന്നെ നമ്മൾ ഈവനിങ് സ്നാക്കായിട്ട് നമ്മളോട് ഉണ്ടായിരുന്നത് ബനാന ബോൾസ്, അല്ല നമ്മുടെ ബോണ്ട ഉണ്ടല്ലോ, പഴം ബോണ്ട, അതായിരുന്നു. അപ്പോൾ അതാണ്. അപ്പോൾ അതും വളരെ ടേസ്റ്റി, ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ട് ടേസ്റ്റി ആയിട്ട് പുറമേ നല്ല ക്രിസ്പി ആയിട്ടുള്ള അടിപൊളി ബനാന ബോണ്ടായിരുന്നു. പിന്നെ നമ്മൾ ആ ബ്രോസ്റ്റഡിൻ്റെ കൂടെയും നഗറ്റ്സിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് ഞാൻ ഹോം മെയ്ഡ് ചില്ലി സ്പൈസി മയോണൈസ് കുറച്ച് അടിച്ചെടുക്കുകയാണ്. കാരണം നമ്മൾ വീട്ടിലടിക്കുന്ന മയോണൈസിൻ്റെ ടേസ്റ്റ് വേറെ ഷോപ്പിൽ നിന്ന് കിട്ടുന്ന മയോണൈസിനൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ഞാൻ സ്പെഷ്യലായിട്ട് കുറച്ച് മയോണൈസും കൂടെ എടുത്തു. അങ്ങനെ എന്ത് ചെയ്തു, ഈവനിങ്ങിന് ടീ ടൈം ആയപ്പോഴത്തേനും നമ്മളെല്ലാം സെറ്റാക്കി ടേബിളിൽ വെച്ച് എല്ലാവരും കൂടെ ഒരുമിച്ച് എൻജോയ് ചെയ്ത് ആസ്വദിച്ച് ചായയും സ്നാക്സും ഒക്കെ കഴിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു ചെറിയ വിശേഷം എന്ന് പറയുന്നത്. എൻ്റെ നൂൺ മുതൽ ഈവനിങ് വരെയുള്ള ഒരു ചെറിയ വിശേഷം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.